Now we discuss about capital market. Capital market is a market for long-term capital. It is a term which consists of all the facilities and institutional arrangement of borrowing and lending long-term capital. See, capital market എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു മാർക്കറ്റാണ്. നമ്മൾക്ക് ലോങ് ടേമിൽ നമുക്ക് ഫണ്ട് ആവശ്യമെങ്കിൽ അതായത് കുറേ വർഷത്തേക്കുള്ള ഫണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ഏത് മാർക്കറ്റിനെയാണ് സമീപിക്കേണ്ടത്? ക്യാപിറ്റൽ മാർക്കറ്റിനെയാണ് സമീപിക്കേണ്ടത്. See, the financial market is divided into two. One is capital market, another one is money market. Capital market is a market for long-term fund, whereas money market is a market for short-term fund. നമുക്ക് ലോങ് ടേമിനാണ് ഫണ്ട് ആവശ്യമെങ്കിൽ we have to approach capital market, and it consists of all the facilities and institutional arrangement. എന്തുമായി ബന്ധപ്പെടുന്നത്? For borrowing and lending long-term capital. Long-term ക്യാപിറ്റലിന്റെ ബോറോ ചെയ്യുന്നതിന് വേണ്ടിയും ലോങ് ടേം ക്യാപിറ്റൽ ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റും എല്ലാ ഫെസിലിറ്റികളുമാണ് എവിടെയുള്ളത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. Normally the business people, the government and other organization, if they need finance for a long term, then they definitely approach capital market. Then next question, how they get finance from capital market, how they lend, when we discuss about how, then it is seen that here the long-term capital is collected by issuing shares, debentures and other financial instruments. ശ്രദ്ധിച്ചു നോക്കിക്കേ, എങ്ങനെയാണ് ഈ ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ലോങ് ടേം ഫണ്ടുകൾക്ക് ലോങ് ടേം ഫണ്ട് നമുക്ക് ഒരു കമ്പനിക്ക് ലോങ് ടേമിൽ ഫണ്ട് ആവശ്യമെങ്കിലും പിന്നെ എവിടെ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാനൊരു ഇൻവെസ്റ്ററാണ്, എനിക്ക് കുറേ വർഷത്തേക്കാണ് എനിക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം? ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്താ ചെയ്യുന്നത്? സേവിങ്ങുകളെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ അവിടെ രണ്ട് കൂട്ടം ആളുകളുണ്ട്. ഒരു കൂട്ടം ആളുകൾ സേവ് ചെയ്യാൻ താല്പര്യരായിട്ടുള്ള ആളുകളും വേറൊരു കൂട്ടം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആളുകളും. ഈ രണ്ട് വ്യക്തികളുണ്ട്. അങ്ങനെയെങ്കിൽ ലോങ് ടേമിലേക്ക് ഫണ്ട് ആവശ്യമുള്ളവരും ലോങ് ടേമിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരുമാണ് ഇവിടെ കടന്നു വരുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് കടന്നു വരുന്നത്. അവർക്ക് എങ്ങനെ അവർ ചെയ്തത്? ഫോർ ദാറ്റ് പർപ്പസ് ദേ ഇഷ്യൂ ഷെയർസ്, ഡിബെഞ്ചേഴ്സ് ആൻഡ് അതർ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇതിനു വേണ്ടി ഷെയറുകൾ ഇഷ്യൂ ചെയ്യും, ഡിബെഞ്ചറുകൾ ഇഷ്യൂ ചെയ്യും, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ഇഷ്യൂ ചെയ്യും. Okay. Normal case, the capital market is divided into two: new issue market and secondary market. New issue market is a market where the shares and other securities are issued for the first time. ഒരു കമ്പനി ആദ്യമായി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിന് പറയുന്ന പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ഷെയറുകൾ വീണ്ടും ട്രേഡ് ചെയ്ത മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഫണ്ടിന് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ്. നമുക്ക് ലോങ് ടേം ഫണ്ട് ആവശ്യമെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിനാണ് സമീപിക്കേണ്ടത്. ഈ ലോങ് ടേം ഫണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഫണ്ട് അവരുടെ കയ്യിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നവരും, അല്ലെങ്കിൽ ഒരു വേറൊരു കൂട്ടം ആളുകൾ അവർക്ക് ലോങ് ടേമിലേക്ക് ഫണ്ട് ആവശ്യമുള്ള ആളുകളും ഇവർ തമ്മിലുള്ള ലിങ്കാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഇതെങ്ങനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈ പറഞ്ഞ സേവിങ്ങിന് ഇൻവെസ്റ്റ്മെന്റുകളാക്കുന്നത്? അവര് ഈ കമ്പനികളും അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. ഷെയറുകൾ, ഡിബെഞ്ചറുകൾ, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളൊക്കെ ഇഷ്യൂ ചെയ്യും. ഇത് ലോങ് ടേമിലേക്ക് ആവശ്യമുള്ള ഫണ്ട് ഇടുവാൻ, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ
ഈ പറഞ്ഞ ഷെയറുകളും ഈ പറഞ്ഞ ഡിബഞ്ചറുകളൊക്കെ മേടിക്കും. മനസ്സിലായോ? ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു കമ്പനി അവന്റെ ഷെയറുകൾ ആദ്യമായി ഇഷ്യൂ ചെയ്യുന്നത് ഒരു പ്രൈമറി മാർക്കറ്റിലാണ്. ഫസ്റ്റ് ടൈം ഇഷ്യൂ നടക്കുന്നത് പ്രൈമറി മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും വിളിക്കുന്നു. ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ട്രേഡ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? സെക്കൻഡറി മാർക്കറ്റിൽ. ഓക്കെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ലോൺ മാർക്കറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ലോങ് ടേം ലോൺ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ബാങ്ക്സ് വിൽ ഓഫർ ലോങ് ടേം ലോൺ ടു കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ്. ആർക്ക് ഇവിടെ കൊടുക്കുന്നത്? കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ആരാണ് ലോൺ കൊടുക്കുന്നത്? ബാങ്കുകൾ. It is a long loan market which loans is divided by given by commercial bank to corporate customers. Okay. Next question. Capital market, there are a lot of intermediaries. Who are the intermediaries? Capital market, the intermediaries like merchant bankers, underwriters, broker, mutual fund, they are all intermediaries in capital market. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഇന്റർമീഡിയറ്റുകളാണ് ഈ പറഞ്ഞ അണ്ടർറൈറ്ററുകളും മർച്ചന്റ് ബാങ്കറുകളും ബ്രോക്കറും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ. മനസ്സിലായി? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ ബാങ്കുകൾ, കമ്പനികളും ഗവൺമെന്റിനും ലോങ് ടേം ഫണ്ട് ആവശ്യമെങ്കിൽ ഇവർ ഷെയറുകളും ഡിബഞ്ചറുകളും ഒക്കെ ഇഷ്യൂ ചെയ്യും. ആ ഷെയറുകൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ മേടിച്ചിട്ട് അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നോർമൽ കേസിൽ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി ആദ്യമായി ഷെയർ ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അത് പ്രൈമറി മാർക്കറ്റും, ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ഷെയറുകൾ ഡീൽ ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റുമാണ്. അതുപോലെ തന്നെ മർച്ചന്റ് ബാങ്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട്, ഡിപ്പോസിറ്ററീസ്, ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇന്റർമീഡിയറികൾ ആണ്. The importance, the functions of capital market. The capital market is an important component of financial market, and it is a medium through which small savings of the investor, which is scattered across the country, are collected and invested in productive activities. And it provides liquidity, safety, and profitability to investors. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ചെറിയ സേവിങ്ങുകളെ പോലും, ചെറിയ എമൗണ്ടിലുള്ള സേവിങ്ങുകൾ മതി അല്ലെ, അത് മതി. അങ്ങനെ കുറേ പേരുടെ ചെറിയ എമൗണ്ട് സേവിങ് കൂടുമ്പോൾ വലിയ എമൗണ്ട് ആവത്തില്ലേ? ഈ എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് മാറ്റുന്നു? പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കുന്നു. അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ എക്കണോമിയുടെ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടി സാധ്യമാകത്തില്ലേ? കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഇറ്റ് ഓൾവേസ് ലീഡ്സ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് അവർ എക്കണോമി. മാത്രമല്ല, ദ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ലിക്വിഡിറ്റി. കാരണം നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഷെയറുകൾ നമുക്ക് ക്യാഷ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. സേഫ്റ്റി ഉണ്ട് അവിടെ, ബിക്കോസ് ഇറ്റ് ഈസ് വർക്ക് അണ്ടർ ദ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സെബി ആൻഡ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ടു ദ ഇൻവെസ്റ്റേഴ്സ്. എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ട് സേവിങ്ങുകൾ. എനിക്ക് 100 രൂപ കൊണ്ട് എൻ്റെ ഒരു സേവിങ്ങിനായിട്ട് 100 രൂപ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു 100 രൂപയേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഞാനൊരു സാധാരണ ജോലിക്കാരനാണ്, എനിക്ക് സേവ് ചെയ്യാൻ 100 രൂപയുണ്ട്. നോർമൽ കേസിൽ 100 രൂപ കൊണ്ട് നമ്മൾ എന്തോ സേവ് ചെയ്യും അല്ലേ? അതേസമയം 100 രൂപയ്ക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും ഒരു ഷെയർ മേടിക്കുന്നതെന്ന് വിചാരിക്കുക. ഷെയറുകൾ കാരണം ഷെയറിന് ചിലപ്പോൾ ചില കമ്പനിയുടെ ഷെയർ 100 രൂപയെ കാണത്തുള്ളൂ അല്ലേ? ഷെയർ മേടിക്കുന്നത് വിചാരിക്കുക. അങ്ങനെ കുറേ പേരുടെ 100 ആവുമ്പോഴോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കുറേ പേരുടെ 100 ആവുമ്പോൾ ആ ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനികൾക്ക് എന്ത് കിട്ടും? അതുവഴി ക്യാപിറ്റൽ കിട്ടും. ആ കുറേ പേരുടെ 100 കൊണ്ട് കണ്ടോ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അത് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം ഇറ്റ് ഈസ് എ മീഡിയം ത്രൂ വിച്ച് സ്മോൾ സേവിങ്സ് വിച്ച് ഈസ് സ്കാറ്റേർഡ് അക്രോസ് ദ കൺട്രി ഈസ് കളക്റ്റഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. A well-organized and regulated capital market is needed for our economic development. Because it is a pathway where the fund is flow from the savers
ടു ദ ഇൻവെസ്റ്റേഴ്സ്. അല്ലെങ്കിൽ സേവറിന്റെ കയ്യിൽ നിന്നും ഇൻവെസ്റ്ററിന്റെ കയ്യിലേക്ക് ഫണ്ട് ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്നു ഏത്? ക്യാപിറ്റൽ മാർക്കറ്റ്. ഇറ്റ് വിൽ ഓൾ ലീഡ്സ് ടു ദി ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് അവർ കൺട്രി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ക്യാപിറ്റൽ മാർക്കറ്റ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ക്യാപിറ്റൽ മാർക്കറ്റ്? ഫസ്റ്റ് ഫങ്ഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊമോട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ക്യാപിറ്റൽ ഒരു കമ്പനികളുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ കമ്പനികൾക്ക് ക്യാപിറ്റൽ വേണം, മൂലധനം വേണം. ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ എന്ത് ഇഷ്യൂ ചെയ്യും? ഷെയറുകളും ഡിബഞ്ചറുകളും ഇഷ്യൂ ചെയ്യും. ഈ ഷെയറുകളും ഡിബഞ്ചറുകളും എവിടെ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളും ഡിബഞ്ചറിലൂടെ എന്ത് സംഭവിക്കുന്നു? ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നത്? സെക്കൻഡ് വൺ, ഇറ്റ് മൊബിലൈസ് സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ഫോർ ഇൻവെസ്റ്റ്മെന്റ്. Through capital market, the channel savings is converted into investment. Third point, it channelizes the fund to the most productive sector. See, ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ നമ്മുടെ ഫണ്ടിന് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഫണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അതേസമയം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടറിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ അവരെന്ത് ചെയ്യുന്നു? ചാനലൈസ് ചെയ്യുന്നു. ഫോർത്ത് വൺ, ദ ക്യാപിറ്റൽ മാർക്കറ്റ് increases production and productivity. It enhances the economic welfare of the society. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. ഈ 100 രൂപ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു പ്രയോജനവും വരത്തില്ല. അതേസമയം ഞാൻ 100 രൂപയ്ക്ക് ഷെയർ മേടിക്കുവാണെങ്കിൽ ഞാൻ മാത്രമല്ല, അങ്ങനെ കുറേ പേര് മേടിക്കത്തില്ലേ? അങ്ങനെ മേടിക്കുമ്പോഴത്തേക്ക് അതൊരു ബിസിനസ്സിലെ ക്യാപിറ്റലിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ബിസിനസ്, ഈ പറയുന്ന കമ്പനി, ഈ പറയുന്ന അവര് എന്ത് ചെയ്യുന്നു? അവർ പ്രൊഡക്ഷൻ നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് പ്രൊഡക്ടിവിറ്റി കൂടുന്നു. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഡക്ടിവിറ്റിയും പ്രൊഡക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്താവും? സൊസൈറ്റിയുടെ എക്കണോമിക് വെൽഫെയറിന് വരുന്നത് സാധിക്കുന്നു. Next point, it make possible the technological upgradation in the industrial sector with a channelized fund. ശരിയല്ല ഞാൻ പറയുന്നത്? It helps the industrial sector to be it helps the industrial sector with the fund to make possible technological upgradations. ഈ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയൽ സെക്ടറുകൾക്ക് ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ദ കോർപ്പറേറ്റ് സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഈ ടെക്നോളജിക്ക് അപ്ഗ്രഡേഷൻ പോസിബിൾ ആക്കുമ്പോൾ കോർപ്പറേറ്റ് സെക്ടറുകൾ, ഇറ്റ് ഹെൽപ്പ് ദ കോർപ്പറേറ്റ് സെക്ടർ ടു എക്സ്പാൻഡ്, ടു ഗ്രോ ആൻഡ് ടു ഡൈവേഴ്സിഫൈ. കോർപ്പറേറ്റ് സെക്ടറിലേക്ക് ഫിനാൻസ് കടന്നു വരുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഡൈവേഴ്സിഫൈ ചെയ്യാനും സാധിക്കുന്നു. So, these are the functions of a capital market. Hope you understand it. What is a capital market? Next, we discuss about capital market instruments. Capital market instruments. Normally, the capital market instruments is divided into two: ownership instruments and creditorship instrument. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സും രണ്ട് ക്രെഡിറ്റർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സും. ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആർ ദ വൺ വിച്ച് ഇൻക്ലൂഡ്സ് ഇക്വിറ്റി ഷെയർസ്, preference shares, because it represent ownership in issuing company. ശ്രദ്ധിച്ചേ, ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ടായിട്ട് തിരിക്കുന്നു. രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെയല്ല, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സും ക്രെഡിറ്റർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സും. ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസുമാണ്. ഏതെന്ന് പറയുന്നത്? ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്. ബിക്കോസ് ഇവര് എന്താണ് ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെയാണ് ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത്. Ownership securities are equity shares and preference shares because it represent ownership. It represent ownership in the issuing company. Whereas creditorship securities എന്ന് പറയുന്നത്, ക്രെഡിറ്റർഷിപ്പ് എന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് includes debentures, bond, etc. It represent the creditors of the company. ശ്രദ്ധിച്ചേക്ക്, ഒരു ബാലൻസ് ഷീറ്റിനകത്ത് രണ്ട് കൂട്ടം വരുന്നുണ്ട് അല്ലെ? ക്യാപിറ്റലും ഉണ്ട്, ക്രെഡിറ്റേഴ്സും ഉണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എങ്ങനെ കമ്പനിക്ക് കിട്ടുന്നത്? ഷെയറുകളും ഒക്കെ ഇഷ്യൂ ചെയ്തത് അല്ലെ? അപ്പൊ ഇവരെ
അപ്പൊ ഇവരെന്ന് പറയുന്നത് കമ്പനിയുടെ ആരാണ്? ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇത് കമ്പനിയുടെ ആരാണ്? ഓണർമാരാണ്, ഉടമസ്ഥന്മാരാണ്. ഈ പറഞ്ഞ ഇക്വിറ്റി ഷെയർസ് ഒക്കെ കമ്പനിയുടെ എന്താണ്? ഈ ഓണർമാരാണ്. എന്നാൽ വേറൊരു കൂട്ടമാണ് ഡിബഞ്ചറുകളും ബോണ്ടുകളും. ഇതിവർ ഓണർമാരല്ല, ഇവർ ക്രെഡിറ്റർമാരാണ്. കമ്പനിക്ക് പണം കൊടുത്തവരാണ്, ക്രെഡിറ്റർമാരാണ്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു: ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സും ക്രെഡിറ്റർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സും. ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സിനകത്ത് എന്താ ഉള്ളത്? ഷെയറുകൾ. അതേസമയം ക്രെഡിറ്റർഷിപ്പ് ഇൻസ്ട്രുമെന്റ്സിനകത്ത് എന്താ ഉള്ളത്? ഡിബഞ്ചറുകളും ബോണ്ടുകളും. Now we will discuss about various ownership instruments. The first one is equity shares. നമുക്കറിയാം, what is an equity share? Equity share is a one which represent the ownership capital of a company. And these equity shareholders are the legal owners of a company. And it is an important cornerstone of the capital structure of a company. It is a source of permanent capital which does not have a maturity date. And these people, the holders of equity shares, called equity shareholders, can participate in the management of the company through the elected board of directors. They share profit and share the assets in proportion to their holding. And this equity shareholders is eligible to get profit which is that is available only after paying dividend to preference shareholders. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റിയൽ ഓണർമാരാണ്. 2, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ലീഗൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? ഇക്വിറ്റി ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർസിന്റെ പ്രത്യേകത, അത് പെർമനന്റ് ക്യാപിറ്റൽ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇല്ല. ഈ ഇന്ന സമയമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം എന്ന് ഈ കമ്പനിക്കാർ പറയുന്നില്ല. ഇതൊരു പെർമനന്റ് ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റൽ എപ്പോഴേ ഉള്ളൂ? കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പൈസ ബാക്കി ഉണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന എമൗണ്ട് തിരിച്ചു കൊടുക്കത്തുള്ളൂ. ശ്രദ്ധിച്ചു നിങ്ങൾക്കറിയാവില്ല ആരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? കമ്പനികൾക്ക് പണം ആവശ്യമെങ്കിൽ കമ്പനികൾ എന്തോ ഇഷ്യൂ ചെയ്യും? ഷെയറുകൾ കൊടുക്കും. 10 രൂപ, സപ്പോസ് ഒരു കമ്പനിക്ക് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ആവശ്യമാണ്. കമ്പനി എന്തു ചെയ്യും? 10 രൂപ വിലയുള്ള 10,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. 10 രൂപ വിലയുള്ള 10,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. അങ്ങനെ സപ്പോസ് 10,000 ആളുകൾ ഈ 10 രൂപ വിലയുള്ള ഷെയറുകൾ മേടിച്ചപ്പോൾ കമ്പനിക്ക് എത്ര രൂപ കിട്ടി? 1 ലക്ഷം രൂപ കിട്ടി. അങ്ങനെയെങ്കിൽ ഈ 10,000 പേരെയാണ് നമുക്ക് എന്തു വിളിക്കാൻ പറ്റുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് 10,000 പേർ അവരെത്ര രൂപ ഇട്ടിട്ടുണ്ട്? 10 രൂപ ഇട്ടിട്ടുണ്ട്. അവരിട്ട എമൗണ്ട് വെച്ച് ഈ കമ്പനിക്ക് ക്യാപിറ്റൽ ഉണ്ടായി. ഈ ക്യാപിറ്റൽ വെച്ച് അവർ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കമ്പനിക്ക് ലാഭമുണ്ടായി. ഈ ലാഭവിഹിതം ഈ കൊടുത്തവർക്ക് കൊടുക്കണ്ടായോ? ഈ ലാഭവിഹിതത്തിന് പറയുന്ന പേരാണ് എന്ത്? ഡിവിഡൻഡ്. ഈ 10 രൂപ എപ്പോഴാണ് തിരികെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ 10 രൂപ കമ്പനി അടച്ചുപൂട്ടാൻ നേരത്ത്, കമ്പനിയുടെ എല്ലാ ബാധ്യതകളും തീർന്ന ശേഷം ഇനിയും പണം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ആ 10 രൂപ കൊടുക്കത്തുള്ളൂ. പിന്നെ ഇവരെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ യഥാർത്ഥ ഓണർമാരാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈ 10,000 പേരും ഒന്നിച്ചു നിന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അതിൽ കുറച്ചു പേര് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സെലക്ടഡ് ആളുകളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും ഒരു വ്യക്തി മാനേജിംഗ് ഡയറക്ടറായിട്ട് നിലകൊള്ളും. ഇവരാണ് കമ്പനിയുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കമ്പനിയുടെ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത്. കമ്പനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലേ? ഇത്രയും 10,000 പേർക്ക് വേണ്ടിയാണ്. പക്ഷെ 10,000 പേർക്ക് ഒന്നിച്ചു നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് വ്യക്തികൾ അതിന് മുൻപോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യും. അവരെ നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. Next, we will discuss about different types of equity shares. The first one is equity shares with a detachable warrant. It is a one which gives the equity holders to apply for a specified
number of equity shares at predetermined price within a given time. This detachable warrants have to be registered separately with the stock exchange. ഡിറ്റാച്ചബിൾ വാരന്റോടുകൂടി ഇഷ്യുള്ള ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. ഇതിന്റെ പ്രത്യേകത, നമുക്ക് ഇതൊരു ഓപ്ഷൻ കൊടുക്കും. ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ, നിശ്ചിതമായൊരു പ്രൈസിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് കിട്ടാൻ വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതുള്ള അല്ലെങ്കിൽ ഈ റൈറ്റ് ഉള്ള ഇക്വിറ്റി ഷെയർസിനെയാണ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിറ്റാച്ചബിൾ വാരന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് എനേബിൾ ദ വാരന്റ് ഹോൾഡേഴ്സ് എന്താണ് കൊടുക്കുന്നത്, ഇതുള്ളതെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഡിറ്റാച്ചബിൾ വാരന്റ് ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് ദ വാരന്റ് ഹോൾഡേഴ്സ് ഇത് കയ്യിലുള്ളവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. എന്ത് ഓപ്ഷനാണ് കൊടുക്കുന്നത്? ദി ക്യാൻ അപ്ലൈ ഫോർ ഇക്വിറ്റി ഷെയർസ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് വിത്തിൻ എ ഗിവൺ ടൈം. ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ റേറ്റിൽ അവർക്ക് ഇക്വിറ്റി ഷെയറുകൾ മേടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കുകയും, ഇവിടെ നോർമൽ കേസിൽ നമ്മൾ എത്ര ഷെയറുകളാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഷെയറുകൾ വെച്ചാണ് നമുക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ, കമ്പനി ഞാൻ പറഞ്ഞു 10,000, സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 10,000 വ്യക്തികളുണ്ട്. ഈ 10,000 വ്യക്തികൾ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കാര്യം ആലോചിച്ച ശേഷം ആ കമ്പനി വോട്ടിങ്ങിന് പോകും, വോട്ട് ചെയ്യും. അപ്പം ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള ഷെയറിന് അനുസൃതമായാണ് അവർക്കിടെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അവരവരുടെ ഷെയറിന് അടിസ്ഥാനമായാണ് അവരവരുടെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോട്ടിംഗ് റൈറ്റിന് ഡിഫറൻസ് കാണും. അതായത് ചില ആളുകൾക്ക് കൂടുതൽ വോട്ടിംഗ് റൈറ്റ് കാണും, ചില ആളുകൾക്ക് കുറച്ച് വോട്ടിംഗ് റൈറ്റേ കാണത്തുള്ളൂ. ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സ് ആണ് ഇങ്ങനൊരു ഫസ്റ്റ് ഇക്വിറ്റി ഷെയർസ് കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കും, ഞാനിപ്പോൾ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറാണ്, പലതരത്തിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്കോ ആ കമ്പനിയുടെ മാനേജ്മെന്റിലൊന്നും എനിക്ക് താല്പര്യമില്ല അത്രയൊന്നും. അപ്പൊ അങ്ങനെയുള്ള സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ വോട്ടിംഗ് റൈറ്റ് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ വേറൊരു കൂട്ടം ആളുകൾക്ക് കമ്പനിയുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ്. അവർക്ക് വേണമെങ്കിൽ എന്ത് വേണം, വോട്ടിംഗ് റൈറ്റ് കൂടിയുള്ള ഷെയറുകൾ മേടിക്കാം, അല്ലെ? അപ്പൊ ഇങ്ങനെ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റുകളുള്ള ഷെയറുകൾ എപ്പോൾ ഇഷ്യൂ ചെയ്യും? കമ്പനികൾ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. മൂന്നാമത്തെ ഒരു കൂട്ടം ഷെയറുകളാണ് നോൺ വോട്ടിംഗ് ഷെയർസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു താല്പര്യമില്ലാത്ത ആളുകളുണ്ട് മാനേജ്മെന്റ്, അവർക്ക് വോട്ട് ചെയ്യാൻ പോലും അവർ വരണമെന്നില്ല. ആ സമയത്ത് കമ്പനികൾക്ക് വേണമെങ്കിൽ നോൺ വോട്ടിംഗ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. ഇവർക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല? കമ്പനിയുടെ തീരുമാനങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ഓർക്കും, വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലല്ലോ, പിന്നെ അവർക്ക് എന്ത് ലാഭമെന്ന് ഓർക്കും. അങ്ങനെയുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് താരതമ്യേന ഡിവിഡൻഡ് റേറ്റ് ഇത്തിരി കൂടുതലായിരിക്കും മറ്റുള്ളവരെക്കാട്ടിലും. Next, that is called NVS. Next group is sweat equity shares. Sweat equity share is an equity share issued by a company to its employees or directors at a discount or for consideration other than cash as a recognition for providing the know-how, intellectual properties and other value addition to the company. കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എംപ്ലോയികള്, കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് തുല്യമായിട്ട് കൺസിഡറേഷനായിട്ട് കമ്പനികൾ എന്തു കൊടുക്കും? ഇക്വിറ്റി ഷെയറുകൾ കൊടുക്കും. ഒന്നെങ്കിൽ ഇത് ക്യാഷായിട്ട് കൊടുക്കാം, പക്ഷെ ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും. 10 രൂപ വരെയുള്ള ഷെയർ ഇപ്പോൾ 8 രൂപയ്ക്കായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതർ ദാൻ ക്യാഷിന് അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവർ കൊടുക്കും. ഇതിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ എംപ്ലോയികൾക്കോ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ്. ഇങ്ങനെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഓഫർ ചെയ്യുന്ന സ്കീമിന് പറയുന്ന പേരാണ് ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. So these are the various types of equity shares. So hope you understand what is equity shares and what are the different types of equity shares. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്. കമ്പനിക്ക് വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ കുറിച്ച് തീരുമാനിക്കുന്നത്, ഇതൊക്കെ ആരാണ്? ഈ പറഞ്ഞ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് പ്രിഫറൻസ് ഷെയർസ്.
preference shares. It have a word called preference. The preference shares are the shares which carry a preferential right to the payment of dividend during the lifetime of the company. So it carry a preferential right to the payment of dividend. അതായത് കമ്പനികള് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കും. That means the preference shareholders are the shareholders. They have the right to get a fixed rate of dividend. അതായത് കമ്പനികൾ എന്തോ ചെയ്യും, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡുകൾ ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഓർ ദേ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അനദർ വൺ, കമ്പനി പൂട്ടിപ്പോകുന്ന സമയത്ത് അവർക്ക് അവരുടെ ക്യാപിറ്റൽ മടക്കി കൊടുക്കും. ഈ രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ, ദേ ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് ഡിവിഡൻഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക്, ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ അവിടെ ലാഭം കൊടുക്കത്തുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കത്തുള്ളൂ. അതേസമയം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ഡിവിഡൻഡ് എല്ലാ വർഷവും ഫിക്സഡ് ആയിട്ട് തന്നെ ഫിക്സഡ് എമൗണ്ടിൽ കൊടുത്തിരിക്കും. രണ്ടാമതായിട്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വൈൻഡ് അപ്പ് ആവുന്ന സമയത്ത്, കമ്പനി പൂട്ടുന്ന സമയത്ത് പണം ഉണ്ടെങ്കിൽ അവരുടെ പണം മടക്കി കൊടുക്കത്തുള്ളൂ. അതേസമയം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല. വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവർ കൊടുത്ത എമൗണ്ട് അവർക്ക് മടക്കി കൊടുത്തിരിക്കും. See, the preference shares are the shares which have the features of both equity shares and debenture. Debenture-ന്റെ features ഇതിനകത്തുണ്ട്, equity share holders-ന്റെ features എവിടെ വരും? Preference share holders-നകത്ത് വരും. There are different types of preference shares. The one is redeemable preference shares. Redeemable preference shares. The word redeemable means repayable. These are the shares which is redeemable after given period. ഇത് എന്ത് ചെയ്യും? ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് റീപേ ചെയ്യും, ഇത് റിഡീം ചെയ്യും. ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ എമൗണ്ട് എന്ത് ചെയ്ത് കൊടുക്കും? അവർക്ക് റീപേ ചെയ്ത് കൊടുക്കും. സച്ച് ഷെയർസ് ക്യാൻ ബി റീപേഡ് ബൈ ദ കമ്പനി ഓൺ സർട്ടൻ കണ്ടീഷൻ. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ, സപ്പോസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് അവർക്ക് മടക്കി കൊടുക്കും. അവർ ഇൻവെസ്റ്റ് കൊടുത്ത എമൗണ്ട് അവർക്ക് മടക്കി കൊടുക്കും. അങ്ങനെ മടക്കി കൊടുക്കണമെങ്കിൽ ആ ഷെയർ ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. 10 രൂപ വിലയുള്ള ഷെയറിന് 10 രൂപയും അടച്ചിരിക്കണം. ഇങ്ങനെ മടക്കി കൊടുക്കണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി redeemed either out of profit or out of reserve fund. കമ്പനിയുടെ ലാഭത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവ് ഫണ്ടിൽ നിന്ന് വേണോ മടക്കി കൊടുക്കാൻ. 2, പ്രീമിയം മസ്റ്റ് ബി പെയ്ഡ് ഇഫ് എനി. കമ്പനി ചില സമയത്ത് അവർക്ക് 10 രൂപ വിലയുള്ള ഷെയറുകൾ ചിലപ്പോൾ 11 രൂപയ്ക്ക് അവർക്ക് വേണമെങ്കിൽ മടക്കി കൊടുക്കാം. ആ 1 രൂപയാണ് അവരുടെ ലാഭമെന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് എ പ്രിഫറൻസ് ഷെയർ വിച്ച് ഇസ് റിഡീമബിൾ ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അതേസമയം ഇർറിഡീമബിൾ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അവർ റീപേ ചെയ്യത്തില്ല. ഇത് തിരികെ കൊടുക്കുന്നത് ലിക്വിഡേഷന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ പറഞ്ഞ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇല്ല. കാരണം കമ്പനീസ് ആക്ട് പ്രത്യേകം പറയുന്നുണ്ട് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ളൂ. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് ഞാൻ പറയുന്നത് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവരെ പണം മടക്കി കൊടുക്കും. അതായത് കമ്പനിയുടെ ലിക്വിഡേഷൻ വരെ അവരവിടെ വെയിറ്റ് ചെയ്യത്തില്ല. ആ പറഞ്ഞ സമയം 10 വർഷത്തേക്കാണെങ്കിൽ 10ാമത്തെ വർഷം ആ പറഞ്ഞ എമൗണ്ട് മടക്കി കൊടുക്കാം. ഇറ്റ് മേ ബി ഇൻ പ്രീമിയം. The next one is convertible preference shares. Such shares can convert the preference shares to equity shares. Next one is non-convertible preference shares. These preference shares cannot convert the preference shares to equity shares. So next one is participating preference shares. This kind of shares are entitled to get regular dividend at a fixed rate along with surplus of the company beyond a certain limit. നോർമൽ കേസിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ ഒരു ഫിക്സഡ് റേറ്റിൽ ഡിവിഡൻഡ് കിട്ടും. അതും ഇവർക്ക് കിട്ടും. പിന്നെ കമ്പനിക്ക് ഒരു പരിധിയിൽ അപ്പുറം ലാഭമുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ വിഹിതവും ഇവർക്ക് കിട്ടും. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കാം. The next one is cumulative preference shares.
ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് ഒരു വർഷം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ വർഷം 2018 ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല, 19 ആയപ്പോഴും കൊടുക്കാൻ പറ്റിയില്ല, 2020 കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ മേടിച്ചത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ 2021 ആവുമ്പോൾ അവർ ലാഭ വർഷമെങ്കിൽ മുൻകാലങ്ങളിലെ ഡിവിഡൻഡും കൂടെ ഒന്നിച്ചു വേണം കൊടുക്കാൻ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. One is preference shares with warrant. Warrant means these holders of such warrant can apply for equity shares at premium. These are the various types of preference shares. Yes, it's debentures. What is a debenture? A debenture is an instrument under seal evidencing debt. ഞാൻ നേരത്തെ പറഞ്ഞു, there are two different types of securities, ownership securities and creditorship securities. Creditorship securities, credit എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു കമ്പനിക്ക് കുറച്ച് ഫണ്ട് ആവശ്യമാണ്. ആ കമ്പനിക്ക് പക്ഷെ അവർക്ക് ഷെയറുകൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ മാനേജ്മെൻറ്റ് അവരാണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. സപ്പോസ് ഈ കമ്പനിക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യമില്ല, മാനേജ്മെൻറ്റ് മാറ്റാനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ചേഞ്ചസ് വരുത്താനോ അവർക്ക് താല്പര്യമില്ല, എന്നാൽ അവർക്ക് ഫണ്ട് വേണം താനും. ആ സമയത്ത് അവർക്ക് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാം. സോ ഡിബഞ്ചർ ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഇറ്റ് പ്രോമിസസ് ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺ മച്യൂരിറ്റി. അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ആര് ഇഷ്യൂ ചെയ്യുന്നു? കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഇൻസ്ട്രുമെന്റിനകത്ത് അവർ പ്രോമിസ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ അവർ മേടിച്ച് പ്രിൻസിപ്പൽ എമൗണ്ടും അവർക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് മടക്കി തന്നിരിക്കാം. ആ കാലഘട്ടത്തേക്ക് അവരെന്ത് കൊടുക്കാമെന്നും പറയുന്നു, ഇൻട്രസ്റ്റ്, ഈ പറഞ്ഞ മേടിച്ച എമൗണ്ടിന് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നു. ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റിന് പറയുന്ന പേരാണ് ഡിബഞ്ചർ. ഇത് കയ്യിൽ സൂക്ഷിക്കുന്നവരെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നു. Debenture includes debenture stock, bonds and other securities of a company, and it protects the interest of the debenture holders. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇന്നത്തെ മാനേജ്മെന്റിൽ മാറ്റം വരുത്തേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് ലോങ് ടേം ഫണ്ട് വേണം താനും. ആ സമയത്ത് നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാം? ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാം. ഡിബഞ്ചർ ഇസ് എൻ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ആൻഡ് which promises to pay interest and repay the principal amount on maturity, and these debenture holders are the creditors of the company. There are different types of debentures. The one is secured debentures. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, ഈ പർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ തിരിച്ചു തന്നേക്കാം. അത്ര നാൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഒരു പ്രോപ്പർട്ടി, ഇറ്റ് ഇസ് എ ഡിബഞ്ചർ വിച്ച് ക്രിയേറ്റ് എ ചാർജ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. എന്തെങ്കിലും ഈട് കൂടെ കമ്പനി കൊടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സെക്യൂരിറ്റിയും കൂടെ കമ്പനി കൊടുക്കുകയാണെങ്കിൽ അത്തരം ഡിബഞ്ചർക്ക് പറയുന്ന പേരാണ് സെക്യൂർഡ് ഡിബഞ്ചർ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇതിന് ഉറപ്പായിട്ട് കമ്പനി എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു സെക്യൂരിറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അങ്ങനെയെങ്കിൽ അത്തരം ഡിബഞ്ചർക്ക് പറയുന്ന പേരാണ് സെക്യൂർഡ് ഡിബഞ്ചർ. അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്, ഇവിടെ സെക്യൂരിറ്റികളൊന്നുമില്ല, ദേ ആർ നോട്ട് പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആണോ? അല്ല, ദേ ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് ത്രൂ എനി ചാർജ് ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അൺസെക്യൂർഡ് ഡിബഞ്ചർ ഓർ നേക്കഡ് ഡിബഞ്ചർ. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് അവിടെ എന്തുണ്ട്? കമ്പനിക്ക് എന്തുണ്ട്? ഒരു ഈടും കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റിയും കൂടെ ഉണ്ട്. സെക്യൂരിറ്റിയോട് കൂടിയാണ് അവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് അവിടെ അങ്ങനെ യാതൊരു ഈടുമില്ല, ഒരു ഉറപ്പോടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കൂ എന്നുള്ളതേ ഉള്ളൂ. There is bearer debenture, and next one is bearer debenture. Bearer debenture are payable to the bearer and transferable by mere delivery. അതൊരു ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ആണ്, ഈ ഡിബഞ്ചർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിലിരുന്നാലും അവരാണ് അതിന്റെ അവരാണ് അതിന്റെ ഡിബഞ്ചർ എന്ന് പറയുന്നത്, ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്കായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അത്തരം ഡിബഞ്ചർക്ക് പറയുന്ന പേരാണ് ബെയറർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? The next one is registered debenture.
രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഈ വ്യക്തി ഈ ഡിബഞ്ചറുകളുടെ ആ ഡിബഞ്ചർ കൊടുക്കുമ്പം ആ ഡിബഞ്ചർ ഡോക്യുമെന്റ് ഒരു വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കും. അത് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ എഴുതിയിരിക്കും. ആ പറഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. നേരത്തെ മറിച്ച് ബെയറർ ആണെങ്കിൽ അവിടെ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല, ആ ഡോക്യുമെന്റ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവർക്ക് കിട്ടും. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്ത വ്യക്തിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. Another one is a redeemable debenture, which is redeemable after a particular period. Next one is convertible debenture, which can be converted into equity shares after a particular period. Another one is non-convertible debenture, which cannot be converted into equity shares. See, redeemable എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സമയം കാര്യം ഇത് മടക്കി കൊടുക്കണം. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാം. നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയറായിട്ട് അവർക്ക് അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അനദർ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് ബോണ്ട്. ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബോണ്ട് എന്ന് പറയുന്നത് ഡിബഞ്ചറുകൾ തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ദിസ് ബോണ്ട് ഇസ് എ ഡിബഞ്ചർ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് just like debentures, and it is issued by these bonds are issued by government or semi-government. But now the companies are also issuing bondകൾ. സാധാരണ നമ്മൾ പറയുമ്പോൾ ഡിബഞ്ചറുകൾ കമ്പനികളായിരിക്കും ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. എന്നാൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റും സെമി ഗവൺമെന്റ് സ്ഥാപനങ്ങളും അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനികളും എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. Okay, so a bond is a debt instrument issued by companies or government to raise funds for financing long-term capital requirement. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിക്ക് ഫണ്ട് ആവശ്യമാണ്, എന്ന സമയം അവരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ്സിൽ മാറ്റം വരുത്താൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഫണ്ട് അവർക്ക് എങ്ങനെ റേസ് ചെയ്യാൻ പറ്റും? ബോണ്ട് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യാം. അതായത് ഒരു ഉറപ്പ് കൊടുക്കും, ഒരു ഫിക്സഡ് നമ്മൾ FD ഇടുന്ന പോലെ ഒരു ഉറപ്പ് കൊടുക്കും. ഞങ്ങൾ ഇത്ര സമയം കഴിയുമ്പം നിങ്ങൾ തന്നിരിക്കുന്ന എമൗണ്ട് മടക്കി തന്നിരിക്കാം, അത്ര നാളത്തേക്ക് നിങ്ങൾക്ക് എന്തും തരും, ഞങ്ങൾ ഇൻട്രസ്റ്റ് തരുമെന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാം. ഇവർക്ക് യാതൊരു തരത്തിൽ ഓണർഷിപ്പ് ബന്ധപ്പെട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റിയും യാതൊരു കാര്യങ്ങൾക്ക് അവകാശവും ഇവർക്ക് കാണത്തില്ല. Okay, these bonds are issued by government and semi-government in order to raise funds for financing their capital requirement. There are two types of bond, government bond and corporate bond. Government bond is issued by government to finance their capital requirement, whereas corporate bond is issued by public or private corporations that need to raise funds for working capital or for capital expenditure. Government bond issue ചെയ്യുന്നത് ഗവൺമെന്റ് ആകുമ്പോൾ കോർപ്പറേറ്റ് ബോണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതായത് ഫണ്ട് ആവശ്യമുള്ളത് ലോങ് ടേം ഫണ്ട് ആവശ്യമാണ്. അതേസമയം നമ്മുടെ ഇക്വിറ്റി ഷെയർസിൽ മാറ്റം വരുത്താൻ, ഇക്വിറ്റി ഷെയർ യഥാർത്ഥ ഓണർഷിപ്പ് മാറ്റം വരുത്താൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഡെപ്റ്റ് ഫണ്ട് ഇഷ്യൂ ചെയ്യാം. ഈ പറഞ്ഞ ഡെപ്റ്റ് ഫണ്ടാണ് ഡിബഞ്ചറുകളും ബോണ്ടും എന്ന് പറയുന്നത്. ഡിബഞ്ചറും ബോണ്ടുകളും ഒരു പണം ആവശ്യപ്പെട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഞങ്ങൾ പണം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ മടക്കി തന്നേക്കാം, അത്ര നാളത്തേക്ക് ഇൻട്രസ്റ്റും തന്നേക്കാം എന്ന് പറയുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. There are different types of bond. The one is zero coupon bond. A zero coupon bond is a bond which is always issued at a discount to their face value, but at the time of maturity the principal value is repaid to the holders. For example, 1 ലക്ഷം രൂപയുടെ ഒരു ഡിബഞ്ചർ ആണെന്ന് വിചാരിക്കുക. ഈ 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ നമുക്ക് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ കിട്ടുന്നത് സപ്പോസ് നമുക്ക് 80,000 കൊടുത്താൽ മതി. 80,000 കൊടുക്കുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഇൻസ്ട്രുമെന്റ് കിട്ടുമെന്ന് വിചാരിക്കുക. അവസാനം മെച്യൂരിറ്റി ആവും നമുക്ക് എന്ത് കിട്ടുന്നു? 80,000 നമ്മൾ കൊടുത്ത 80,000 അല്ല കിട്ടുന്നത്, 1 ലക്ഷം കിട്ടും. അപ്പൊ 20,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ലാഭമല്ലേ? അങ്ങനെയുള്ള ഡിബഞ്ചറിന് ബോണ്ടുകൾക്ക് പറയുന്ന പേരാണ് സീറോ കൂപ്പൺ ബോണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിലും റീപേ ചെയ്തത് പ്രിൻസിപ്പൽ എമൗണ്ടിലുമാണ്. Next one is mortgage bond. It is a type of bond which is issued by the companies and it is secured by the physical asset of the company. കമ്പനികളാണ് മോർഗേജ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ സെക്യൂർഡ് ആണ്, അതിന് ഈടും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ആ ഈഡ് എന്ന് പറയുന്നത്, സെക്യൂരിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ എന്തെങ്കിലും ഫിസിക്കൽ അസറ്റുകളായിരിക്കും.
The next one is convertible bond. It is a bond which provide option holders, to convert them the shares. ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള ബോണ്ടുകളാണ് ഇതെന്ന് പറയുന്നത് കൺവേർട്ടബിൾ ബോണ്ട്. Next one is set-up bond. It is a bond which have a lower interest rate for the initial period, which increases to a higher rate. ആദ്യം ഇതിന് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് കാണത്തുള്ളൂ, സമയം പോകുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും. Next one is callable bond or non-callable bond. Callable bond എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is മച്യൂരിറ്റിക്ക് മുൻപ്, ഇപ്പൊ 5 വർഷത്തേക്കാണ് നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ 5 വർഷത്തിന് മുൻപ് നമുക്ക് റീപേ ചെയ്യുമെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് കോളബിൾ ബോണ്ട്. എന്നാൽ 5 വർഷം കഴിയുമ്പോഴേ പൈസ കിട്ടത്തുള്ളെങ്കിലോ അതിനെ നമുക്ക് നോൺ കോളബിൾ ബോണ്ട് എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? 5 വർഷത്തിന് മുൻപ് നമുക്കത് റീപേ ചെയ്ത് കൊടുക്കുമെങ്കിൽ കോളബിൾ ബോണ്ട്, 5ാമത്തെ വർഷം റീപേ ചെയ്യത്തുള്ളെങ്കിൽ നോൺ കോളബിൾ ബോണ്ട്. Another one is option bond. It gives there's option, it may be either cumulative or non-cumulative. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. അടുത്ത വർഷം ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. അതിൻ്റെ അടുത്ത വർഷം നമുക്ക് ക്യുമുലേറ്റീവ് ബോണ്ട് ആണെങ്കിൽ പഴയ കാലത്തെ ഇൻട്രസ്റ്റുകൾ ഒന്നിച്ചു കിട്ടും. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ അങ്ങനെ ക്യുമുലേറ്റ് ചെയ്തില്ല, പഴയ വർഷത്തെ കിട്ടിയില്ലെങ്കിൽ പോലും അതാത് വർഷത്തെ എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. Next one is bond with warrant. It allow the holders to apply for equity shares at a predetermined price in future. The next one is floating rate bond. The floating rate bond is a bond where the interest rate is not fixed and is linked to the benchmark rate. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ ഫിക്സ് ചെയ്യുന്നില്ല, അന്നത്തെ മാർക്കറ്റ് നിലവാരം അനുസരിച്ചായിരിക്കും ആ റേറ്റ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. These are the various types of bond. So these are the different types of capital market. We have discussed about various capital market instruments like equity shares, preference shares, debentures, bond, etc. We also discussed about capital market, its functions and all.